കാരണം നമ്മുടെ നാട് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ മധുര എന്ന് പറയുന്ന ഗ്രാമമാണ്. കൊല്ലം ജില്ലയിൽ നിന്നാണ് ആണെങ്കിലും തിരുവനന്തപുരം കൊല്ലം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇത്. കല്ലറ ഭാഗങ്ങളിലോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എന്റെ സ്ഥലം മധുര. എന്റെ സ്ഥലം എന്ന് പറയുമ്പോൾ അച്ഛന്റെ നാടാണ്, അമ്മയുടെ സ്ഥലം നെല്ലങ്ങാട്. അതാണ് മനസ്സിലായാലും ഇപ്പൊ MLA സ്ഥലം. ഞാനത് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ വിശദമായിട്ട് നമ്മൾ പല കാര്യങ്ങളിൽ പറഞ്ഞതാണ്. ഞാൻ പ്രത്യേകിച്ച് ഈ ഉണ്ണിങ്ങി വന്നെങ്കിലത്തെ കാര്യങ്ങളിലേക്ക് പറയാം. ഞാൻ ഇങ്ങനെ ഇവിടുന്ന് പഠിത്തമൊക്കെ കളഞ്ഞ് പല വഴി കൂടെ കളഞ്ഞ് അന്ന് ഡിഗ്രിയൊക്കെ പാതി വഴി ഉപേക്ഷിച്ചിട്ടാണ് പോയത്. പിന്നീട് ഞാൻ ഡിഗ്രിയൊക്കെ പിന്നീടാണ് എനിക്ക് നേടാൻ പറ്റിയത്. ITI എന്നിട്ട് പാതി വഴിക്ക് പോയി ആറ്റിങ്ങൽ. അപ്പൊ ഞാൻ 95ലേക്കുള്ള എന്റെ യാത്ര എന്ന് പറയുന്നത് ട്രെയിൻ കയറി ചെന്നൈയിലേക്കാണ്. പോകുമ്പോൾ അച്ഛനറിയാം ഇതെന്തോ ശരിയായ പോക്കല്ല, സിനിമയിലേക്ക് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെന്നൈയിലൊക്കെ ചെന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അച്ഛനറിയാമായിരുന്നു. പക്ഷെ എന്നെ അവിടെ നിന്നും മധുരയിൽ നിന്നും ഒരു ടാക്സി ഏർപ്പാട് ചെയ്ത് ആ ടാക്സിയിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ നിന്നും ചെന്നൈയിലേക്ക് ചെന്നിറങ്ങി കമ്പനിയിൽ ജോലിയുണ്ട് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ തിരക്കി, ഇന്നത്തെ ഫേസ്ബുക്ക് പോലെയുള്ള അന്നത്തെ ഒരു തൂലിയ സുഹൃത്തിനെ തിരക്കി ചെന്നൈയിലേക്ക് പോവുകയും ആ സുഹൃത്ത് കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് ഞാൻ തിരക്കി ചെല്ലുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ പുള്ളിയെ ചെന്ന് കയറുമ്പോഴത്തേക്ക് അവിടുത്തെ മൗണ്ട് റോഡിൽ ഒരു ചായക്കടയിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അറിയിക്കാതെ ചെന്നതിന്റെ കുറച്ചൊരു വർഷമൊക്കെ എന്നോട് പ്രകടിപ്പിച്ചു. എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ എന്റെ കയ്യിൽ അന്ന് 2000 രൂപ ഉണ്ട്, അച്ഛൻ തന്നു വിട്ടിട്ടുണ്ട്. അന്ന് ചെന്നൈയിലൊരു ഹോട്ടലിൽ താമസിക്കുന്നതിന് 60 രൂപയുള്ളൂ. ഞാൻ അന്ന് അവിടേക്ക് വന്നപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ പിടിച്ച് അവിടെ ഒരു ജോലിക്കാരനാക്കണം. അവിടെ ഒരു പാലക്കാടുകാരൻ ദാമോദരേട്ടൻ എന്ന് പറയുന്ന ഒരാളിന്റെ ഒരു ചായക്കടയാണ്. ഞാൻ വളരെ ചുരുക്കി പറയാം, 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം, എല്ലാവർക്കും പോകാൻ സമയമാണ്. അപ്പൊ അതിന് ഈ കഥ ഇതിന് മാറ്റി ഒന്നെങ്കിലുള്ള കാര്യം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം എന്നെ അവിടെ ചായക്കടയിൽ ജോലിക്കാരനായി നിർത്താൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് പറ്റില്ല. ഞാൻ സിനിമയ്ക്ക് വേണ്ടിയാണ് ചെന്നൈയിൽ വന്നത്. പണ്ട് നാടോടിക്കാറ്റില് പോയതുപോലെ ശ്രീനിവാസനൊക്കെ ചാടിപ്പോയതുപോലെ സിനിമയ്ക്ക് വേണ്ടി പോയ ഞാൻ എങ്ങനെയാണ് ചായക്കടയിൽ ജോലി ചെയ്യുന്നത്? എനിക്കതിന് കഴിയില്ല. പിന്നെ എന്റെ ഒരു കുടുംബപരമായ സാഹചര്യങ്ങളും അങ്ങനെ ഒരു ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ കൊണ്ടുപോയതല്ല. അച്ഛൻ സ്കൂൾ അധ്യാപകനാണ്, ജീവിക്കാൻ ആവശ്യത്തിനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. പക്ഷെ സിനിമയുടെ